ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മുളകിട്ട ചാളക്കറിയാണ് ഉണ്ടാക്കുന്നത്. മത്തി എന്ന് പറയും, ചാള എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. 1/2 കിലോളം ചാള ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4-5 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം നല്ല ഒരു അളവിലെടുക്കണം. പച്ചമുളക്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ്, കളറാണ് അതിൻ്റെ കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എരിവ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി വയ്ക്കാം. ചട്ടി നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചത് അതും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്യാം. എണ്ണയിൽ വഴങ്ങി വരട്ടെ. അതിനുശേഷം നമുക്ക് തീ കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ കുറയ്ക്കാൻ മറക്കരുത്. പൊടികൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് എണ്ണയിലേക്ക് നമുക്ക് വേഗം മിക്സ് ചെയ്ത് ചേർക്കാം. പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു മസാലക്കുത്ത് മണമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോട്ടെ. അതിനുശേഷം നമുക്ക് കുടംപുളി ചേർത്തിട്ട് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ഉൾപ്പെടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചാറുകറിയാണല്ലോ ഇത്. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഏകദേശം നല്ലപോലെ ഒന്ന് തിളച്ച് വരേണ്ടതുണ്ട്. നന്നായി തിളച്ച ശേഷമാണ് നമ്മൾ മീനിടാൻ പാടുള്ളൂ. അതുകൊണ്ട് നല്ലപോലെ കുത്തി തിളയ്ക്കട്ടെ. ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടച്ച് വെച്ച് നമുക്കൊരു 2-3 മിനിറ്റ് നന്നായി തിളപ്പിക്കാം. നല്ല ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കാം. കണ്ടോ, നല്ല പോലെ കുത്തി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. ഈ മുളകറി ആയതുകൊണ്ട് തന്നെ ഞാൻ മീനെല്ലാം ഒന്ന് പകുതി വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചാളയാണെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരല്പം വലിയ ചാളയായതുകൊണ്ട് നല്ല പോലെ ഒന്ന് 2 പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു ചാള. അതിനുശേഷം നല്ലപോലെ തിളയ്ക്കാൻ വിടാം. ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്ക് നന്നായി തിളപ്പിക്കാം. നല്ലപോലെ തിള വന്ന ശേഷമാണ് തീ കുറയ്ക്കേണ്ടത്. 5 മിനിറ്റോളം നമ്മൾ ചെറുതീയിൽ വെച്ച് നന്നായി തിളപ്പിക്കാം. അപ്പോഴേക്കും മീനൊക്കെ നന്നായിട്ട് വെന്ത് അതിൽ ആ പുളിയും ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. എരിവൊക്കെ നന്നായി പിടിക്കും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുളക് കറിയാണ്. നമുക്ക് കപ്പയ്ക്കും ചോറിനും ഒക്കെ നന്നായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. തേങ്ങ അരച്ച് വെക്കുന്ന കറിയേക്കാൾ നമുക്ക് ഏറ്റവും ഇഷ്ടം ഈ ചാളയൊക്കെ മുളകിട്ട് വെക്കുന്നതാണ്. ചെറിയ ചാളയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ചാളയാണ്, എന്നാൽ കൂടിയും നമുക്ക് മുളകിട്ട് വയ്ക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കൂട്ടാൻ പറ്റും. ചോറിനൊക്കെ ആണെങ്കിൽ മറ്റൊരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരു കറി തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുന്നതാണ് വീടുകളിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ ചാനലിലെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. തുടർന്നും നമ്മുടെ ചാനൽ കാണണം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.